നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, സുജാതയോട് എപ്പോഴും സംസാരിക്കുമ്പോഴും എന്തോ കാര്യങ്ങള് മറച്ചു വെക്കുന്നതായി മനസ്സിലായിട്ടുണ്ട്. നമുക്കുള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കണ്ണീര് കുതിർന്നൊരു ബാണ്ടക്കെട്ട്, അല്ലേടാ? തൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ജ്യോതി ഇന്നലെ രാത്രി തന്നെ പോയി കാണോ, അതോ ഇന്ന് രാവിലെയോ? അങ്ങനെ കണക്കൂട്ടാൻ കഴിയായിരുന്നെങ്കിൽ അവളെ പോകാതെ ഞാൻ തടഞ്ഞു നിർത്തിയാനെ. ഓ, അല്ല, ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും റിലേഷനോ എന്തെങ്കിലും അഫെയറോ അങ്ങനെ എന്തെങ്കിലും? ഈ ആശ്രമത്തിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അതോ ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് വേഗം വിടുന്നുണ്ടോ? ഓ, എന്തൊക്കെ സംഭവിച്ചാലും ഇവക്ക് യാതൊരു കുറവുമില്ല. ഇവളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ട് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവളെ പറഞ്ഞിട്ട് എന്തിനാ? ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന എന്നെ വേണം പറയാൻ. പിന്നെ ഈ വസ്ത്രം ഇപ്പൊ തന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയാ. പിന്നെ ജ്യോതി പറഞ്ഞ സന്യാസം അതൊരു നിമിഷം കൊണ്ട് തീരുമാനിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമല്ല. കടന്നുപോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ജയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാ അമ്മയുടെ മുന്നിലേക്ക് വന്നത്. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. പക്ഷേ ആചാരപ്രകാരം കടന്നു പോകേണ്ട എല്ലാ വഴികളും കടന്നേ പറ്റൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുഃഖത്തിന്റെ പേരിൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല സന്യാസം. നാം തീരുമാനിക്കുന്നത് മറ്റൊരു പുതിയ ജന്മമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.